നമസ്കാരം. കേരള പോലീസിലെ ചില ഗുണ്ടകളെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ആർക്കും ഒരു ഉത്തരവാദിത്വവുമില്ലേ? CPM-ഉം എം സ്വരാജും അതുപോലെ എ റഹീമും ഒന്നും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? CPM-ന്റെ ഗുണ്ടാ സംഘമായി കേരള പോലീസ് മാറുകയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ഉയരുന്നത്. 17 കസ്റ്റഡി മരണങ്ങളാണ് ഇതുവരെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, ഒന്നും രണ്ടും സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. അനവധി കസ്റ്റഡി മർദ്ദനങ്ങളുടെ വാർത്തകളും ദൃശ്യങ്ങളും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പോലീസ് എന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനാണ്, അല്ലാതെ ജനങ്ങളുടെ ജീവൻ എടുക്കാനല്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലേ? അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടി സെക്രട്ടറിക്കും അതുപോലെ പ്രത്യേകമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും സെക്രട്ടറിമാർക്കും ഒക്കെ മുന്നിലാണ്. ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു മകന്റെ ഹൃദയം തകർക്കുന്ന കുറിപ്പ് പുറത്തു വന്നു. ഫേസ്ബുക്ക് കുറിപ്പ്. ഈ യുവാവിന്റെ പേര് വിജയ് ഇന്ദുചൂടൻ. പഴയ കോൺഗ്രസ് നേതാവ് ആർ ഇന്ദുചൂടന്റെ മകൻ. സ്വന്തം അച്ഛൻ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് 10-16 വർഷം കൊടിയ വേദന തിന്ന് മരിച്ചത് എന്ന് ഈ മകൻ വ്യക്തമാക്കുന്നു. ഇവിടെ രാഷ്ട്രീയമല്ല, മനുഷ്യത്വമാണ് നമ്മൾ കാണേണ്ടത്. അടൂരിൽ നടന്ന ഒരു ക്രൂരമായ ലാത്തിചാർജിൽ ഇദ്ദേഹത്തിന്റെ നടു അടിച്ചൊടിച്ചു, തല തല്ലിപ്പൊട്ടിച്ചു. അങ്ങനെ നിത്യരോഗിയായി മാറിയ ആ വ്യക്തി ആർ ഇന്ദുചൂടൻ അകാലത്തിൽ മരണമടഞ്ഞു. ആ വേദന പങ്കുവയ്ക്കുകയാണ് മകൻ ഇന്ദുചൂടന്റെ മകൻ വിജയ് ഇന്ദുചൂടൻ. തീർത്തും വളരെ വേദനാജനകമായ, ഹൃദയം തകർന്നു പോകുന്ന ഒരു കുറിപ്പാണ് അയാൾ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ കുറിപ്പ് വായിക്കേണ്ടതാണ്. നമ്മൾ ഈ കുറിപ്പ് സത്യം പറഞ്ഞാൽ കേരളത്തിന് നാണക്കേട് കൂടിയാണ്. കേരള സമൂഹത്തിന് തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന്. ആ മകന്റെ കുറിപ്പ് ഇങ്ങനെ തുടങ്ങുന്നു. ഈ വരുന്ന 10-ാം തീയതി അച്ഛൻ മരിച്ചിട്ട് 9 വർഷങ്ങൾ തികയുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും പോലീസ് മർദ്ദനങ്ങളെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണത്തെക്കുറിച്ചാണ് നമ്മൾ തിരക്കുന്നതും. അത്തരം ക്രൂര മർദ്ദനത്തിന് ഇരയായി മരണത്തിലേക്ക് കടന്നുപോയ അച്ഛനെ കുറിച്ച് പലർക്കും അറിയാവുന്നതാണ്. അതിനു മുൻപ് 2016 പെമ്പിളൈ ഒരുമൈ സംഘടനയെ അവഹേളിച്ച മന്ത്രി എം മണിയെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു. മന്ത്രി വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയും ചെയ്തു. അതിനുശേഷം ജില്ലയിലെ പോലീസ് ഒരു 3-ാം മുറയ്ക്ക് ഉത്തരവിട്ടു. അതും മന്ത്രി മണിയുടെ നിർദ്ദേശപ്രകാരം. മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ചതച്ച് പിടിച്ചുകൊണ്ടുവരാൻ ആയിരുന്നു നീക്കം. പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിന്ന എന്നെ മുത്തൂറ്റ് ആശുപത്രിയുടെ മുന്നിലിട്ട് പോലീസ് പിടിച്ചു. താഴെ വീണതും നിലത്തിട്ട് അതിഭീകരമായി മർദ്ദിച്ച് ജീപ്പിലേക്ക് കയറ്റി. ഒരു പോലീസ് പുറകിൽ ഇരുന്ന് തല പിന്നിലോട്ട് വലിച്ചു പിടിച്ചു. ക്യാമ്പിൽ ഉണ്ടായിരുന്ന പോലീസുകാരായിരിക്കാം. സൈഡിൽ ഇരുന്ന് കൈകൾ ബലമായി പിടിച്ചു വെച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോർച്ചാണെന്ന് തോന്നുന്നു. അത് വെച്ച് മുഖത്ത് കൃത്യം കണ്ണിന് താഴെ 2 അടി. 1 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ കാഴ്ച പോലും നഷ്ടപ്പെട്ടേക്കാവുന്ന തരത്തിൽ അവരെ എന്നെ ഉപദ്രവിച്ചു. അച്ഛനെ മർദ്ദിച്ചതിന് മുൻപ് ഇയാളെ, ഈ വിജയ് ഇന്ദുചൂടനെ മർദ്ദിച്ച കഥ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടുപോകാമായിരുന്നിട്ടും അവിടെ കയറാതെ 2 തവണ ടൗണിലൂടെ ജീപ്പിൽ കറങ്ങി എന്നെ തല്ലിച്ചതച്ചു. കേവലം ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ പരാതിയൊക്കെ മുറയ്ക്ക് പോയെങ്കിലും ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ ഓർമ്മിച്ചത് അതൊന്നുമല്ല. ജീവിതത്തിൽ അച്ഛൻ വലിയൊരു പ്രതീക്ഷയായിരുന്നു. എന്തു വന്നാലും സ്വന്തം വിൽപവർ കൊണ്ട് വേദനകളെ തള്ളിക്കളയാൻ ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. KSU ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഒക്കെയായി ജീവിച്ച ആർ ഇന്ദുചൂടനെ പഴയ കുടുംബത്തിന്റെ പരാധീനതകൾ ഒന്നും അലട്ടിയതായി എനിക്കറിയില്ല. സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുള്ള അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും 2 സഹോദരങ്ങളും 6 അടി 2 ഇഞ്ച് ഉയരം. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ അടൂരിൽ നടന്ന ഭയാനകമായ ലാത്തിചാർജ് ഒരുപക്ഷെ ഇന്നത്തെ ഒട്ടുമിക്ക നേതാക്കൾക്കും സുപരിചിതമാണ്. ഇന്നത്തെ പോലീസ് മേൽ ഉദ്യോഗസ്ഥൻ ആയിരുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു ആ ലാത്തിചാർജ്. അച്ഛനെ ടാർഗറ്റ് ചെയ്ത് പൊതിരെ തല്ലി നട്ടല്ലടിച്ചു പൊട്ടിക്കുന്നു. ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചെടുത്ത ചോര ചിന്തിയ ഒരു വലിയ സമരം. അന്ന് തന്നെ അച്ഛനെ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ തുടർന്നുണ്ടായ 3-ാമത്തെ ലാത്തിചാർജിൽ അച്ഛന്റെ കഴുത്തിനും പെടലിക്കും ഭീകരമായ ക്ഷതം സംഭവിച്ചു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഓർമ്മ വെച്ച ഒരു കാലം പോലും എന്റെ വീട്ടിൽ അച്ഛൻ വേദന കൊണ്ട് പുളഞ്ഞ് അലറി വിളിക്കാത്ത രാത്രികളോ പകലുകളോ ഉണ്ടായിരുന്നില്ല. എണ്ണിയാലൊടുങ്ങാത്ത മരുന്നിന്റെയും ആയുർവേദത്തിന്റെയും ഒക്കെ മണം എനിക്ക് സുപരിചിതമായത് അന്നാണ്. ആശുപത്രിയിൽ പണമടയ്ക്കാൻ നന്നേ ബുദ്ധിമുട്ടിയ നാളുകൾ. മിനിറ്റിന് അടിച്ചു വരുന്ന ബില്ലുകളായിരുന്നു ആ കാലത്ത് എന്റെ അമ്മയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം. അന്ന് ഞങ്ങളെ പോറ്റുന്നതിനു വേണ്ടി വെറും 1000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്ത് തുടങ്ങി. ജീവിച്ചിരിക്കെ തന്നെ വിധവയാകേണ്ടി വന്ന എന്റെ അമ്മയുടെ 34 വയസ്സ് മുതൽ
കൂടാതെ വേതനത്തിൽ നിന്ന് ജീവിച്ച 10-16 വർഷങ്ങൾ ഞാൻ ഒരു കാര്യമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ, ഒരു ദിവസം അച്ഛനെ പഴയതുപോലെ നിവർന്നു നിർത്താൻ പറ്റിയിട്ട് ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന്. ഒരു മകന്റെ വേദനയാണ് അയാൾ പങ്കുവയ്ക്കുന്നത്. അടൂരിൽ നടന്ന ലാത്തിചാർജിൽ പരിക്കേറ്റവരുടെ കൂട്ടത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശ്രീ അടൂർ പ്രകാശുമുണ്ട്. സമാനത ക്രൂരതകൾക്ക് ഇരയാക്കപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ ബാബു പ്രസാദും പ്രതാപവർമ്മ തമ്പുരാനും ശാസ്താംകോട്ട സുധീറും NG സുരേന്ദ്രനും അനിൽ തോമസും അടക്കം നേതാക്കൾ. ശ്രീ KC വേണുഗോപാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കാലഘട്ടമായിരുന്നു അത്. അന്നു മുതൽ ഈ മൂന്നാം മുറയുടെ ഒരു സാക്ഷി എന്ന നിലയിൽ ഇന്ദുചൂടനടക്കം നമ്മൾ 2 ദിവസമായി സംസാരിക്കുന്ന സുജിത്തും സൈനികനും ഉൾപ്പെടെ സമാനമായ സംഭവങ്ങളുടെ ഇരകളാണ്. മാനസിക വൈകല്യമുള്ള ഒരു കൂട്ടം ആളുകൾ തല്ലിച്ചതച്ച് ഇല്ലാതാക്കുന്നത് ഞങ്ങളെപ്പോലെ നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ്, അത്താണിയാണ്. ഒരു കാര്യം പറയാം, എന്തു വന്നാലും മരണം വരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പോരാടും, എത്ര മർദ്ദനമുറകൾ ഏൽക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്റെയും ഒക്കെ തന്നെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ്, പരിക്കേറ്റ് കിടക്കുന്ന അച്ഛന്റെയും ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് വിജയ് ഇന്ദുചൂടൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഏത് പാർട്ടിയിൽപ്പെട്ടയാളായിരിക്കാം, അദ്ദേഹം പാർട്ടിയൊന്നുമില്ലാത്തയാളായിരിക്കാം. പക്ഷേ ആ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തിന്റെ വ്യക്തിയെ തല്ലിച്ചതച്ച് അയാളെ കിടപ്പിലാക്കുന്നത്, അയാളെ ദീർഘകാലം വേദന തെറ്റിക്കുന്നത് ഒരു കുടുംബത്തിന്റെ, വളർന്നു വരുന്ന ഒരു തലമുറയുടെ പ്രതീക്ഷയെ തന്നെ ഇല്ലാതാക്കുകയാണ്. ആ കുടുംബം സാമ്പത്തികമായും സാമൂഹ്യമായും വൈകാരികമായും മാനസികമായും ഒക്കെ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. ലാത്തി കൊണ്ടടിക്കുമ്പോഴും പുറത്ത് കൂമ്പിനിട്ടിടിക്കുമ്പോഴും അടിവയർന്ന് ചവിട്ടുമ്പോഴും നിലത്തിട്ട് ചവിട്ടുമ്പോഴും കണ്ണിൽ ടോർച്ച് അടിച്ച് പൊട്ടിക്കുമ്പോഴും തല തല്ലിപ്പൊളിക്കുമ്പോഴും ഒക്കെ തന്നെ ഓർക്കുക, അവരും മനുഷ്യരാണ്. അവർക്കും കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരുടെയൊക്കെ കണ്ണീര് ഇങ്ങനെ ചുടുകണ്ണീരായി രക്തമായി ഒഴുകിക്കൊണ്ടിരിക്കും. പോലീസുകാർ ഇതൊക്കെ, ഈ തല്ലിച്ചടയ്ക്കുന്ന പോലീസുകാർ ഇതൊക്കെ ഓർക്കുമോ എന്തോ. വേദന എന്നത് അതെല്ലാവർക്കും ഉള്ളതാണ്. അത് മുള്ളുകൊണ്ടാലും വേദനിക്കും, അതുപോലെ തന്നെ കൈ പൊള്ളിയാലും വേദനിക്കും. എന്തു വന്നാലും വേദന തന്നെയാണ്. അത് മറ്റൊരാൾക്കായി കൊടുക്കാനാവില്ല, അല്ലെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാനാവില്ല. ആ വേദന അനുഭവിച്ച് 10-16 വർഷം അലറി വിളിച്ച് കരഞ്ഞ് ജീവിച്ച ആ മനുഷ്യന്റെ ഓർമ്മകളാണ് മകൻ പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ഭരണ സംവിധാനവും ആഭ്യന്തര വകുപ്പും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും നീതിന്യായ വ്യവസ്ഥകളുമൊക്കെ ഈ വാക്കുകൾ കേൾക്കണം. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, അത്താണിയെയാണ് അടിച്ച് ഇല്ലാതാക്കുന്നത്, തല്ലിക്കൊല്ലുന്നത്. അങ്ങനെ എത്രയെത്ര കുടുംബങ്ങൾ അനാഥമായിരിക്കുന്നു, എത്രയെത്ര ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് മുട്ടിലിഴയുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു ഇവിടെ. എന്നിട്ട് പറയും കേരളം നമ്പർ 1 ആണ്, എല്ലാവരും കേരളത്തെ നോക്കി പഠിക്കണം, മാതൃകയാണ് എന്നൊക്കെ. അങ്ങനെ പറയാൻ എളുപ്പമാണ്, പക്ഷെ അങ്ങനെ സാധിച്ചെടുക്കാൻ പ്രയാസമാണ്. മറ്റുള്ളവന്റെ കണ്ണീരിലൂടെയല്ല സ്വന്തം പാർട്ടിയും സ്വന്തം പ്രസ്ഥാനവും അല്ലെങ്കിൽ സ്വന്തം സർക്കാരിനെയും പരിപോഷിപ്പിക്കേണ്ടത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.